കോഴിക്കോട് കോർപ്പറേഷനിൽ 5-ാം ഡിവിഷനിലെ മൊകവൂർ സീറ്റ് 3-ാം തവണയും NCPക്ക് നൽകിയതോടെയാണ് CPMൽ കലാപക്കൊടി ഉയർന്നത്. CPMന് ശക്തമായ സ്വാധീനമുള്ള മൊകവൂരിൽ ഇത്തവണ പാർട്ടി സ്ഥാനാർത്ഥി വേണമെന്ന നിലപാടിലാണ് പ്രാദേശിക നേതൃത്വം. സീറ്റ് വിഭജനം പൂർത്തിയാക്കി LDF സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനിരിക്കെയാണ് CPMൽ പൊട്ടിത്തെറിയുണ്ടായിരിക്കുന്നത്. പ്രശ്നപരിഹാരത്തിനായുള്ള മധ്യസ്ഥ ശ്രമവും പരാജയപ്പെട്ടതോടെ എരഞ്ഞിക്കൽ ലോക്കൽ കമ്മിറ്റി സ്വന്തം നിലയ്ക്ക് സ്ഥാനാർത്ഥി നിർത്താനാണ് ആലോചന. എരഞ്ഞിക്കൽ ലോക്കൽ കമ്മിറ്റിക്ക് കീഴിൽ 17 പാർട്ടി ബ്രാഞ്ചുകളുണ്ട്. ഇതിൽ 15 പാർട്ടി ബ്രാഞ്ചുകളും മൊകവൂർ ഡിവിഷനിലാണ്. മൊകവൂർ ഇത്തവണയും NCPക്ക് നൽകരുതെന്ന് 15 പാർട്ടി ബ്രാഞ്ചുകളും ഐക്യകണ്ഠേന മേൽക്കമ്മിറ്റികളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതേസമയം NCPയിലെ SM തുഷാരയാണ് 2-ാം തവണയും മൊകവൂരിൽ സ്ഥാനാർത്ഥിയാവുക. മുന്നണിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാവില്ലെന്ന് SM തുഷാര പറഞ്ഞു. NCP എന്നുള്ള നിലയിലും NCPക്കാരുടെ സഹകരണം ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ CPMൻ്റെ സഹകരണവും. ഞങ്ങൾ ഇതുവരെ വാർഡിൽ ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ വളരെ ഒത്തൊരുമിച്ചാണ് ഞങ്ങൾ പ്രവർത്തിച്ചിട്ടുള്ളത്. ഇനി മുന്നോട്ടും ആ രീതിയിൽ തന്നെ ആയിരിക്കും പ്രവർത്തനം ഉണ്ടാവുക. തുഷാരയെ വീണ്ടും സ്ഥാനാർത്ഥിയാക്കാനുള്ള നീക്കത്തിനെതിരെ NCPയിലും അതൃപ്തി പുകയുന്നുണ്ട്. NCP വിമതനായി റോഷനെ രംഗത്തിറക്കാനും നീക്കമുണ്ട്. മൊകവൂരിലെ പ്രാദേശിക പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ജില്ലാ കമ്മിറ്റി അംഗം V വസീഫിനെയാണ് CPM ചുമതലപ്പെടുത്തിയിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം മൊകവൂരിൽ വസീഫ് പങ്കെടുത്ത യോഗത്തിൽ നിന്ന് ഒരു വിഭാഗം പാർട്ടി പ്രവർത്തകർ ഇറങ്ങിപ്പോയിരുന്നു. എലത്തൂർ മണ്ഡലത്തിലെ മൊകവൂർ ഡിവിഷൻ 15 വർഷം മുമ്പാണ് കോർപ്പറേഷനോട് കൂട്ടിച്ചേർത്തത്. ക്യാമറാമാൻ മനോജ് പേരാമ്പ്രയ്ക്കൊപ്പം S വിനേഷ് കുമാർ, അമൃത ന്യൂസ്, കോഴിക്കോട്.